അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂബക്കറുൽ ഖത്താനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹജ്ജ് അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ലബ്ബൈക്കിൽ പരിചയപ്പെടുന്നത്. അബൂബക്കറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു മക്കയിലെ മശായിഖുമാരിൽ പ്രധാനപ്പെട്ട ആളാണ്. ഔലിയാക്കളുടെ നേതാവാണ്. ബഗ്ദാദുകാരനാണെങ്കിലും ഏറെക്കാലം മക്കയിൽ ജീവിച്ച് അവിടെ ദഅവത്ത് ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് സിറാജുൽ ഹറം, ഹറമിലെ വിളക്ക് എന്ന പേരിൽ മഹാനവറുകൾ പ്രസിദ്ധമായിട്ടുണ്ട്. ഇബാദത്തുകളെ കൊണ്ട് ധന്യമായ ജീവിതമായിരുന്നു അവിടുത്തേത്. രാത്രി മുഴുവൻ നിസ്കാരത്തിലായിരുന്നു മഹാനവറുകൾ ആനന്ദം കണ്ടെത്തിയിരുന്നത്. തവാഫിലായിരിക്കെ 12,000 തവണ ഖുർആൻ മഹാൻ ഖത്മ ചെയ്തിട്ടുണ്ട്. 30 വർഷക്കാലം ഹറമിലെ സ്വർണപ്പാത്തിയുടെ താഴെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത അത്യപൂർവ മഹാന്മാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർ. ആ സമയത്ത് മഹാനവറുകൾ ഫറലായ വുളൂ ഒരു തവണ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അഥവാ 30 വർഷക്കാലം കിടന്നുറങ്ങാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ഹറമിൽ ജീവിച്ച മഹാവ്യക്തിത്വമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു ഹജ്ജ് അനുഭവം പറയുന്നുണ്ട്. മഹാനവറുകൾ ഉമ്മയുടെ സമ്മതത്തോടുകൂടെ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര തുടർന്നു. മരുഭൂമിയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് കുളി നിർബന്ധമാകുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ, എന്താണ് ഞാൻ ഈ യാത്രയുടെ നിബന്ധനകളൊക്കെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ടല്ലേ പുറപ്പെട്ടത്? അങ്ങനെ ഒരു ആശങ്ക മഹാനവറുകളുടെ മനസ്സിൽ നിലനിൽക്കെ ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, വലമ്മാ വസൽതു ഇലാ ബാബിൽ ബൈത്തി അൽഫൈതു ഉമ്മി ജാലിസതൻ ഖൽഫൽ ബാബി. ഞാൻ ഇങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഉമ്മ ഞാൻ പോയ വഴി ഇങ്ങനെ നോക്കി അവിടെ ഇങ്ങനെ പുറത്തേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന വല്ലാത്തൊരു രംഗമാണ് ഞാൻ കണ്ടത്. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മ, ഓ പ്രിയപ്പെട്ട ഉമ്മ, മാ സാഫർതു ബിഇദ്നിക, ഞാൻ ഉമ്മയുടെ സമ്മതത്തോടു കൂടെയല്ലേ യാത്ര പോയത്? പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, നഅം, അതേ മോനെ, പക്ഷേ വലാകിന്നി മാ അഷ്തഹി അറൽ ബൈത ഇല്ലാ ബിവുജൂദിക, നീ ഇല്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല മോനെ, എനിക്ക് നീ ഇല്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല മോനെ. മുദ് റഹൽത മാ ഫാറഖ്തു ഹാദൽ മഖാമ, നീ പോയ മുതൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. വകാന നിയതി അല്ലാ അഖൂമ മിൻഹു ഇലാ അൻ തർജിഅ ഇലയ്യ, നീ ഇങ്ങോട്ട് വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം, കാരണം നീ ഇല്ലാതെ ഇവിടെ എനിക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നീ പോയ വഴിയും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് ഉമ്മ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പിന്നീട് പറയുന്നുണ്ട്, ഫസബർതു ഇലാ വഫാത്തി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ വഫാത്ത് വരെ ഹജ്ജ് യാത്ര ഒഴിവാക്കിക്കൊണ്ട്, ഹറമിലേക്കുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എൻ്റെ ഉമ്മയെ സന്തോഷിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നീട് ഉമ്മയുടെ വഫാത്തിന് ശേഷമാണ് ഹറമിലേക്ക് യാത്ര പോകുന്നത്. ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ ഹറമിൽ വഫാത്ത് വരെ കഴിയുകയാണ്. അനേകം ആളുകൾക്ക് തഖ്വയുടെയും മഅരിഫത്തിൻ്റെയും ഈമാനിൻ്റെയും വെളിച്ചം പകർന്നതെന്ന് സിറാജുൽ ഹറം, ഹറമിലെ വിളക്ക് എന്ന പേരിൽ പ്രസിദ്ധമാവുകയാണ് ഉണ്ടായത്. ആ വലിയ മഹാമനീഷിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള വലിയ തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.